കർത്താവിൽ പ്രിയരായ എൻ്റെ അപ്പച്ചനമ്മച്ചിമാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ലൈഫ് ലൈൻ പ്രെയർ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ തങ്കമ്മ ഇന്നാദ്യമായി വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹകരണങ്ങളും ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. ആദ്യമായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമർത്ഥമായ സ്നേഹം, ശക്തി, സമാധാനം, നല്ല ആരോഗ്യം, നിത്യമായ സന്തോഷം എന്നിവയാൽ നിറഞ്ഞ ഒരു അനുഗ്രഹീത പുതുവർഷം നേരുന്നു, സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ. ഇന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ജനന രഹസ്യം എന്താണ്? യേശുവിൻ്റെ ജനന രഹസ്യം മനുഷ്യാവതാരമാണ്. കന്യക മറിയത്തിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവം മനുഷ്യനായി തീർന്നതിൻ്റെ രഹസ്യം. ഈ സംഭവം ദൈവത്തിൻ്റെ അപാരമായ സ്നേഹവും വിനയവും മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ആഗ്രഹവും വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ജനനം ഒരു മഹാനായ അധ്യാപകൻ്റെയോ പ്രവാചകൻ്റെയോ ആഗമനം മാത്രമല്ല, തൻ്റെ ജനത്തെ രക്ഷിക്കാനും ദൈവം തന്നെ ലോകത്തിലേക്ക് വന്നതാണ്. യേശു എന്തിനാണ് ജനിച്ചത്? യേശു ജനിച്ചത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മോചനത്തിൻ്റെ ദൈവീക പദ്ധതി നിറവേറ്റുന്നതിനാണ്. അവൻ്റെ ജനനം രക്ഷ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി, ദൈവരാജ്യം സ്ഥാപിച്ചു, പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി, വിശ്വാസികൾക്ക് മാതൃകയായി പ്രവർത്തിക്കാനും ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു പുതിയ ഉടമ്പടി സൃഷ്ടിക്കാനുമാണ് അവിടുന്ന് വന്നത്. അവൻ്റെ ജനനം ലോകത്തിന് പ്രത്യാശയും സമാധാനവും വെളിച്ചവും നൽകുന്നു. വിനയത്തോടെ ജീവിക്കാനും അവനെ അനുഗമിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാത വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാനും മനുഷ്യരാശിയുടെ പാപത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുവാനും ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും പ്രകടിപ്പിക്കുവാനുമാണ് യേശുവിനെ ക്രൂശിച്ചത്. അവൻ്റെ ക്രൂശീകരണം മരണത്തെ പരാജയപ്പെടുത്തി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും കഷ്ടപ്പെടുന്ന മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമപരമായ അവകാശങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് വേളയിൽ ആഘോഷിക്കുന്ന യേശുവിൻ്റെ ജനനം ക്രിസ്തുമതത്തിൻ്റെ ഒരു മൂലക്കല്ലാണ്. രക്ഷ വാഗ്ദാനം ചെയ്യുന്നു, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു, ഇരുണ്ട ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി തുടരുന്നു. നമുക്കും അവനിൽ ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.